ഹലോ, ഇന്ന് ഞാൻ മലായി കോഫ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോയി നമ്മളത് കഴിക്കാറുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, നമുക്ക് വലിയവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാക്കറ്റാണ്, മിൽമയുടെ പനീറാണ്. ഇതൊരു 200 ഗ്രാമോളമുണ്ട്. ഇത് ഇത്രയും വേണ്ട, നമുക്കിതിൻ്റെ പകുതി മതി. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കണം. ഇപ്പോൾ ഞാനിതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു ബൗളെടുത്ത് വയ്ക്കാം. അതിലോട്ട് ഞാനൊരു ഇടത്തരം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഒട്ടും കട്ട കാണരുത്, അതനുസരിച്ച് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാൻ. നന്നായിട്ടത് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളെ പനീറില്ലേ, അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. കാരണം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കടല കട്ടിയായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടാണ് വീട്ടിലുണ്ടാകും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമേ. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി എരിവിനായിട്ട് നമുക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കൊടുക്കും. ചിലരിൽ അത് ക്യാരറ്റൊക്കെ ചേർക്കാറുണ്ട്. ഇനി നമ്മളിത് കുഴയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് 2-3 സ്പൂൺ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കോൺഫ്ലവറാണ് ചേർത്തിരിക്കുന്നത്. കാരണം നമുക്ക് നന്നായിട്ടത് കുഴച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്താൽ മതി, ചേർക്കുമ്പോൾ തന്നെ അത് നമുക്കൊന്ന് റെഡിയാക്കി കിട്ടും. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് 2-3 സ്പൂൺ മൈദ, ഇതുപോലെ തന്നെ മൈദയോ കോൺഫ്ലവറോ നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഞാനിവിടെ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് കുഴയ്ക്കാനും ഇതാണ് കോൺഫ്ലവറാണ് ഉപയോഗിച്ചത്. ഇത് നന്നായിട്ടത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ചെറിയതായിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ കോൺഫ്ലവർ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ വലിപ്പം എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം അതനുസരിച്ച് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കണേ. നമുക്കത് റെസ്റ്റോറൻറ്റിലോട്ട് പോയി കഴിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിലിതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എന്ത് നല്ലതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് കുറച്ച് മെനക്കെടണമെന്ന് മാത്രം. എന്തായാലും നമുക്കൊന്ന് വളരെ ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാം ഈ റെസിപ്പി ഒന്ന് കണ്ടിട്ടൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കത് എല്ലാം അതുപോലെ തന്നെ നമുക്ക് ഉരുട്ടി എടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എൻ്റെ സപ്പോർട്ടുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള സപ്പോർട്ട് ഇനിയും വേണം എനിക്ക്. കണ്ടോ, ഇതെല്ലാം ഞാൻ അതിലോട്ടെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഉരുട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ഇരുമ്പിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായി ചൂടായി വരണേ. വെളിച്ചെണ്ണയെക്കാളും വെജിറ്റബിൾ ഓയിലാണ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഇനി നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉരുളകൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ കരിഞ്ഞു പോകരുത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് ആ പനീറിൻ്റെ ബോൾസൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ, നമുക്കിനി അതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാമേ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്കിങ്ങനെ തന്നെ ചെയ്തെടുക്കണേ. കണ്ടോ, ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നമുക്ക് ചായക്കൊക്കെ ഒപ്പമൊക്കെ കഴിക്കും. പക്ഷേ നമ്മളിത് ഇങ്ങനെ കോഫ്ത കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിനെക്കാട്ട് ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഇവിടെ ബട്ടറൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്തിരിക്കുന്നത്. ബട്ടർ നന്നായിട്ട് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ വെളുത്തുള്ളിയാണ്. ഇത് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. ഞാനിനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു 2 വലിയ സവാള അരിഞ്ഞെടുത്തതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടി പോകണ്ട. ആ ബട്ടറിൽ കിടന്ന് അതൊന്ന് സോക്കായി കിട്ടണം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ആ വെളുത്തുള്ളിയുടെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു പകുതി ടൊമാറ്റോയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുടെയൊന്നും ആവശ്യമില്ല. ഞാനൊരു പകുതി ടൊമാറ്റോ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്.
അതുകൂടെ ചേർത്ത് കൊടുക്കാമേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കരിഞ്ഞു പോകരുത്. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇനി ഞാൻ അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞാനൊരു വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചതാണ്. ഇനി അതോടുകൂടി തന്നെ നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്ന ആ ടൊമാറ്റോയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. നന്നായിട്ട് അതൊന്ന് വെന്ത് വരണം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. നമുക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് വയ്ക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യം. ഇത് നന്നായിട്ട് തണുത്ത് വരണം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരുമല്ലോ. ആ വെന്ത് വരുന്ന സമയത്ത് നമുക്കതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മുഴുവൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആണ് ഇതിന് ചേർക്കേണ്ടത്. അല്ലാതെ നെയ്യിന് അതിൻ്റെ ടേസ്റ്റ് ഒന്നും നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇത് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കൊഴുകൊഴുത്ത കറിയായിരിക്കും. ഇനി നമുക്ക് അരച്ചെടുത്ത അരപ്പ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, ചൂടുവെള്ളം മാത്രം ഒഴിക്കാവേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് കുരുമുളക് പൊടികൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, നമ്മുടെ പനീറിൻ്റെ ആ ബോൾസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം ഞാൻ അതിലോട്ട് ഇനി ആ നന്നായിട്ട് അതിൽ കിടന്നൊന്ന് ഇതാകണം. ഇതേ കണ്ടോ, എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുക നമ്മുടെ കസ്തൂരി മേത്തി. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകാം. കസ്തൂരി മേത്തി കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കസ്തൂരി മേത്തിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ്. ആ മല്ലിയിലയും കൂടെ അതിൻ്റെ ഒന്നിട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. കുറച്ചൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീം നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ് ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മലായി കോഫ്ത കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. താങ്ക്